വെൽക്കം ബാക്ക്. നമ്മൾ ടൈപ്സ് ഓഫ് റേഷ്യോസിൽ ലിക്വിഡിറ്റി റേഷ്യോ അതുപോലെ സോൾവൻസി റേഷ്യോ അല്ലെങ്കിൽ ലിവറേജ് റേഷ്യോ ഇത് രണ്ടും കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി റേഷ്യോ ഓർ ടേൺ ഓവർ റേഷ്യോ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആക്ടിവിറ്റി റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ഫോർ മെഷറിംഗ് ദ എഫിഷ്യൻസി ഓഫ് ഓപ്പറേഷൻസ് ഓഫ് ദി ബിസിനസ് ബേസ്ഡ് ഓൺ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഒരു ബിസിനസ്സിൻ്റെ റിസോഴ്സസ് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ടിവിറ്റി റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ആക്ടിവിറ്റി റേഷ്യോസിൽ കുറേ റേഷ്യോസ് വരുന്നുണ്ട്, അപ്പോൾ അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. So activity ratios show how effectively a firm uses its available resources or assets. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, അത് ഫിക്സഡ് അസറ്റ്സ് ആവാം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആവാം, ഈ അസറ്റ്സുകളെല്ലാം അല്ലെങ്കിൽ റിസോഴ്സസുകളെല്ലാം നമ്മൾ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ടിവിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ എഫിഷ്യൻസി ഇൻ അസറ്റ് മാനേജ്മെൻറ്റ്. പ്രോപ്പർ അസറ്റ് മാനേജ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണ് ഇതുവഴി ചെയ്യുന്നത്. സോ ദാറ്റ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എഫിഷ്യൻസി റേഷ്യോ ഓർ പെർഫോമൻസ് റേഷ്യോ ഓർ അസറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ. ഇതെല്ലാം ഇതിൻ്റെ വേറെ പേരുകളാണ് ആക്ടിവിറ്റി റേഷ്യോൻ്റെ. ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ ക്യാഷ് ഇലാസ്റ്റിസിറ്റി ഓഫ് കറൻറ്റ് അസറ്റ്സ്. ക്യാഷ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദി കറൻറ്റ് അസറ്റ്സ്. കറൻറ്റ് അസറ്റ്സിൻ്റെ ക്യാഷ് ഇലാസ്റ്റിസിറ്റി, എത്രത്തോളം കറൻറ്റ് അസറ്റ്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. നമുക്ക് കറൻറ്റ് അസറ്റ്സ് കിട്ടി, കറൻറ്റ് അസറ്റ്സിൽ പെടുന്നതാണ് ക്യാഷ്, ഡെറ്റേഴ്സ്, ഇതെല്ലാം നമ്മൾ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇഫക്റ്റീവ്നെസ് നമുക്ക് എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് മെഷർ ചെയ്യുന്നത്. This ratio indicates the speed with which the resources are turned over or converted into cash. എത്രത്തോളം സ്പീഡിൽ നമ്മളുടെ റിസോഴ്സസുകൾ, അതായത് നമ്മളുടെ സ്റ്റോക്ക്, നമ്മളുടെ ഐറ്റംസ്, നമ്മളുടെ സെയിൽസ്, അതിനെ എത്രത്തോളം നമുക്ക് ഈസിലി ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ മെഷർ ചെയ്യുന്നത്. സോ കുറേ പർപ്പസിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഈ ആക്ടിവിറ്റി റേഷ്യോയിൽ വരുന്നുണ്ട്. ഈ ഒരു പർപ്പസാണ് മെയിൻ ആയിട്ടുള്ളത്. അതായത് എത്രത്തോളം റിസോഴ്സസിനെ നമുക്ക് ക്യാഷായിട്ട് ടേൺ ഓവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ റേഷ്യോസിനെ ടേൺ ഓവർ റേഷ്യോസ് എന്നും കൂടെ പറയുന്നത്. ഓക്കെ, സോ ഹയർ ദ ടേൺ ഓവർ റേഷ്യോ മീൻസ് ബെറ്റർ യൂസ് ഓഫ് റിസോഴ്സസ്. ടേൺ ഓവർ കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഹയർ പ്രൊഡക്ടിവിറ്റിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ടേൺ ഓവർ റേഷ്യോ ഏറ്റവും കൂടുതലാകുന്നതാണ് എപ്പോഴും അഭികാമ്യം. സോ ആക്ടിവിറ്റി റേഷ്യോസ് എപ്പോഴും നമ്മൾ മെഷർ ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത് ഈ നമ്പർ ഓഫ് ടൈംസിലാണ്. എത്ര ടൈംസിലാണ്, അതായത് റേറ്റ് ഓഫ് ടേൺ ഓവർ എത്ര ടൈംസിലാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ 6 times or 7 times അങ്ങനെയാണ് നമ്മളിതിനെ മെഷർ ചെയ്യുന്നത്. ഇവിടെ പ്രൊപ്പോർഷനിലോ അല്ലെങ്കിൽ പേഴ്സൻറ്റേജിലോ അല്ല, ടൈംസിലാണ് മെഷർ ചെയ്യുന്നത്. സോ ടേൺ ഓവർ റേഷ്യോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട 6 റേഷ്യോസ് ആണുള്ളത്. ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ, ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോസ്, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. സോ അതിൽ ഫസ്റ്റ് വൺ, inventory turnover ratio. Inventory turnover ratio means the relationship between cost of goods sold and average inventory or average stock. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ആവറേജ് സ്റ്റോക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോയിലൂടെ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്, സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. സോ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും അതുപോലെ തന്നെ ആവറേജ് സ്റ്റോക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോയിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് മെർക്കൻഡൈസ് ടേൺ ഓവർ റേഷ്യോ. ഓക്കെ, സോ ഇതിൻ്റെ റേഷ്യോ നമ്മൾ ടൈംസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. സോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ദ നമ്പർ ഓഫ് ടൈംസ് ദ സ്റ്റോക്ക് ഈസ് ടേൺ ഓവർ ഓർ കൺവേർട്ടഡ് ഇൻ ടു സെയിൽസ്. എത്ര പെട്ടെന്ന്, നമ്പർ ഓഫ് ടൈംസ്, എത്ര തവണ എടുത്തിട്ടാണ് സ്റ്റോക്കിനെ നമ്മൾ എന്തായിട്ട് മാറ്റുന്നത്, സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എത്രത്തോളം നമ്മൾക്ക് സ്റ്റോക്ക് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്, ഐഡിയലായിട്ട് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റോക്ക് ആയി വരുമ്പോഴേക്ക്, അതായത് നമ്മൾ പ്രൊഡക്ഷൻ മുഴുവൻ കഴിയുമ്പോഴേക്ക് അത് എത്ര ഈസിലിയാണ് അല്ലെങ്കിൽ എത്ര പെട്ടെന്നാണ് ആ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സുകളെ നമുക്ക് സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. അത് കൺവേർട്ട് ചെയ്യാൻ എത്രയും പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ
ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അതേസമയം കൺവേർട്ട് ചെയ്യാൻ കുറച്ച് ഡിലേ ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ ബിസിനസ്സിൽ സെയിൽസിന് അത്ര മൂവ്മെൻ്റ് ഇല്ല, അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി വീക്കാണ്, ഇൻഎഫിഷ്യൻ്റ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ സൂചന. ഓക്കെ, സോ അതാണ് ഈ റേഷ്യോസിലൂടെ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോയിലൂടെ നമ്മൾ മെഷർ ചെയ്യുന്നത് ആളാണ്. ആ പേരിൽ തന്നെയുണ്ട് അതിൻ്റെ മീനിങ്, ഇൻവെൻറ്ററി ടേൺ ഓവർ ആക്കി മാറ്റുക. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ സെയിൽസ് ആണ്, ഇൻവെൻറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്കാണ്. സോ സ്റ്റോക്കിനെ എത്ര പെട്ടെന്ന് നമ്മൾ സെയിൽസ് ആക്കി മാറ്റുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ആവറേജ് സ്റ്റോക്കുമാണ് എടുക്കുന്നത്. ഇവിടെ സപ്പോസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്, അത് നമുക്കറിയാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഐറ്റംസ് സെയിൽസും ഗ്രോസ് പ്രോഫിറ്റും ആണെന്നുണ്ടെങ്കിൽ സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടാലും നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. സപ്പോസ് നമുക്ക് തന്നിട്ടുള്ളത് ഗ്രോസ് ലോസ് ആണെന്ന് വിചാരിക്കുക. ഗ്രോസ് ലോസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണുക? ഇറ്റ് ഷുഡ് ബി ആഡഡ് ടു സെയിൽസ്. സെയിൽസിനോട് കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആവറേജ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, പക്ഷേ ചില സാഹചര്യങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് തരില്ല. ഇഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് നോട്ട് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിനെ തന്നെയാണ് ആവറേജ് സ്റ്റോക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇഫ് ദ ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് നോട്ട് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, ക്ലോസിംഗ് സ്റ്റോക്ക് മേ ബി യൂസ്ഡ് ആസ് ആവറേജ് സ്റ്റോക്ക്. ഇനി അതേപോലെ തന്നെ ഇഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് നോട്ട് ഗിവൺ, സപ്പോസ് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ല തന്നിട്ടുള്ളത്, നേരെ മറിച്ച് സെയിൽസ് ആണ് തന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനിൽ നെറ്റ് സെയിൽസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്താവും? നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് നെറ്റ് സെയിൽസിന് എടുക്കാത്തതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ആവറേജ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നമ്മളതിനെ മെഷർ ചെയ്യുന്ന സ്റ്റോക്കിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ മീതിയാണ്? കോസ്റ്റ് പ്രൈസിലാണ്. നമുക്ക് കോസ്റ്റ് പ്രൈസും ഉണ്ട്, സെയിൽസ് പ്രൈസും ഉണ്ട്. 2 പ്രൈസാണ് നമ്മൾ സാധാരണ ഓരോ ഐറ്റം മെഷർ ചെയ്യാൻ എടുക്കുക. സോ ഇവിടെ നമ്മൾ സ്റ്റോക്കിനെ കോസ്റ്റ് പ്രൈസിലാണ് മെഷർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാലും കോസ്റ്റ് പ്രൈസാണ്. അതായത് നമ്മൾ എത്ര രൂപയാണ് ഇനി അതിൽ നമ്മൾ പ്രോഫിറ്റിൻ്റെ എലമെൻ്റ് ഒന്നും ഇതിൽ വരുന്നില്ല. സ്റ്റോക്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യുവറായിട്ട് എത്രയാണോ അതിന് എക്സ്പെൻസ് വന്നിട്ടുള്ള ആ കോസ്റ്റ് പ്രൈസ് മാത്രമാണ് സ്റ്റോക്കിലുള്ളത്. അതുകൊണ്ടാണ് നമ്മളവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ന്യൂമറേറ്ററായിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആകുമ്പോഴും അവിടെ പ്രോഫിറ്റ് എലമെൻ്റ് ഒന്നുമില്ല. ആക്ച്വലി എത്രയാണോ കോസ്റ്റ് വന്നിരിക്കുന്നത് കോസ്റ്റ് പ്രൈസിലാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഐറ്റത്തിനനുസരിച്ച് നമ്മളുടെ ഇക്വേഷൻ മാറും. രണ്ട് സാഹചര്യങ്ങളാണ് വരിക. ഒന്ന്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തരില്ല, അപ്പോൾ നമ്മൾ നെറ്റ് സെയിൽസ് ആണ് എടുക്കുന്നത്. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് തരില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആവറേജ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ആവറേജ് സ്റ്റോക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ക്ലോസിംഗ് സ്റ്റോക്കിനെ ആവറേജ് സ്റ്റോക്കായിട്ട് എടുത്താൽ മതി. ഓക്കെ, ഈ 2 കാര്യങ്ങൾ മനസ്സിലെപ്പോഴും വേണം. കാരണം നമുക്ക് ഈ ക്വസ്റ്റ്യൻസൊക്കെ ഇൻഡിവിജ്വലായിട്ടായിരിക്കില്ല ചോദിക്കുക. മൊത്തത്തിൽ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാനുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ നോർമലി ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണെങ്കിൽ കൂടിയും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്കാണ് ഒറിജിനൽ അതിൻ്റെ ഇക്വേഷൻ എന്നുണ്ടെങ്കിലും നമ്മൾ ചില സാഹചര്യങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ഇക്വേഷൻസിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. ആ മാറ്റമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. സെയിൽസ് ഡിവൈഡഡ് ബൈ, ഇനി ആവറേജ് സ്റ്റോക്ക് അതിൻ്റെ ഐറ്റംസ് ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് യൂസ് ചെയ്യുക. Okay, next stock velocity or stock turnover period or inventory turnover period. ഇത് ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ്. സ്റ്റോക്ക് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്? ഇൻ ടൈംസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ അതിനെ മന്ത്സിലോ അല്ലെങ്കിൽ ഡേയ്സിലോ മെഷർ ചെയ്യുകയാണെങ്കിൽ, ഡേയ്സിലോ എക്സ്പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്റ്റോക്ക് വെലോസിറ്റി എന്ന് പറയുന്നത്. സോ സെയിം ഇക്വേഷൻ തന്നെ, സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്ക് കിട്ടുന്ന ആൻസർ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ആവറേജ് സ്റ്റോക്കും തമ്മിലുള്ള റിലേഷൻ കണ്ടപ്പോൾ നമുക്ക് എത്ര പെട്ടെന്നാണ് സ്റ്റോക്കിനെ നമ്മൾ സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ടൈംസിലാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഇത്ര ടൈംസ് എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അതേ സമയത്ത് അതിനെ നമ്മൾ ഡേയ്സിലേക്കോ അല്ലെങ്കിൽ മന്ത്സിലേക്കോ കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ മെഷർ ചെയ്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്റ്റോക്ക് വെലോസിറ്റി എന്ന് പറയുന്നത്.
ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ സ്റ്റോക്ക് വെലോസിറ്റി ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക, അല്ലെങ്കിൽ അതിനെ പറയുന്ന വേറെ പേരാണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, അല്ലെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ പീരീഡ് എന്നാണ് അതിനെ പറയുന്ന വേറെ പേര് സ്റ്റോക്ക് വെലോസിറ്റിക്ക്. ഒന്നുകിൽ നമ്മൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാണാനായിരിക്കും ക്വസ്റ്റ്യനിൽ തരിക, അല്ലെങ്കിൽ സ്റ്റോക്ക് വെലോസിറ്റി കാണാനായിരിക്കും തരിക. അത് ഏതാണോ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ഇക്വേഷനാണ് യൂസ് ചെയ്യുക. സോ സ്റ്റോക്ക് വെലോസിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അതിൻ്റെ ഇക്വേഷൻ നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് ഇൻ എ ഇയർ. ഡേയ്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ഇയർ, അല്ലെങ്കിൽ മന്ത്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മന്ത്സ് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ നമ്മൾ കാണാനുള്ള ഇക്വേഷൻ അറിയാം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. ഇനി അപ്പോൾ ഇതിനു വേണ്ടി സ്റ്റോക്ക് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഒരു വർഷത്തിൽ എത്ര ദിവസങ്ങളുണ്ട്, അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ 365 ആയിരിക്കും വരിക. ഇനി നമ്പർ ഓഫ് മന്ത്സ് ആണെന്നുണ്ടെങ്കിൽ 12 മന്ത്സ് ആയിരിക്കും വരിക. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. ഇനി ഡേയ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 365 ഡിവൈഡഡ് ബൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അതല്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? ആവറേജ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് ഇൻ എ ഇയർ. നമ്മൾ നേരത്തെ ഇക്വേഷന് നേരെ തിരിച്ചിട്ടുണ്ടെങ്കിൽ ദറ്റ് ഈസ് ആവറേജ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് ഇൻ എ ഇയർ. ഇതാണ് നമ്മൾ സ്റ്റോക്ക് വെലോസിറ്റി ഡയറക്റ്റ് ആയിട്ട് കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ. സോ ഈ സ്റ്റോക്ക് വെലോസിറ്റി അല്ലെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോൻ്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത് 8 ടൈംസ് ആണ്. ഓക്കെ, 8 ടൈംസ് ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് റേഷ്യോ നോർമലി പറയുന്നത്. എങ്കിൽ കൂടിയും ഫോർ എ മീനിങ്ഫുൾ അനാലിസിസ് ദ റേഷ്യോ ഷുഡ് ബി കമ്പയർഡ് വിത്ത് സിമിലർ റേഷ്യോ ഇൻ ദ പ്രീവിയസ് ഇയർ ഓർ വിത്ത് ദ റേഷ്യോ ഓഫ് അതർ സിമിലർ ഫേംസ്. നമ്മൾ 8 ടൈംസ് എന്നുള്ളതാണ് ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു റേഷ്യോ എങ്കിലും നമ്മൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോൻ്റെ കേസിലൊക്കെ എങ്ങനെയാണ്, ഇഫക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളത് പറയുന്നത് ഒന്നുകിൽ നമ്മൾ പ്രീവിയസ് ഇയറിലുള്ള നമ്മൾക്ക് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എത്രയാണ് കിട്ടിയിട്ടുള്ളത് അതിനായിട്ട് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ ഓർഗനൈസേഷനുമായിട്ട് സിമിലാരിറ്റി ഉള്ള വേറെ ഏതെങ്കിലും ഫേംസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിൻ്റെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എത്രയാണെന്നുള്ളത് നോക്കുക, അതുമായിട്ട് കമ്പയർ ചെയ്യുക. അതിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫേം ഇഫക്റ്റീവ് ആണ് എന്നുള്ളത് പറയാം. അതല്ലെങ്കിൽ നോർമൽ കേസിൽ നമ്മൾ 8 ടൈംസ് വരെ എത്തുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ഒരു സിഗ്നലാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഈ ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇറ്റ് മെഷേഴ്സ് ദ ലിക്വിഡിറ്റി ഓഫ് ഇൻവെൻ്ററി. ഇൻവെൻ്ററിൻ്റെ ലിക്വിഡിറ്റിയാണ് ഇതിൽ മെഷർ ചെയ്യുന്നത്. ഹൗ ക്വിക്ക്ലി ഇൻവെൻ്ററി ഈസ് സോൾഡ്. എത്ര പെട്ടെന്നാണ് ഇൻവെൻ്ററിനെ നമുക്ക് സെയിൽസ് ആയിട്ട് മാറ്റാൻ പറ്റുന്നത്. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ടെസ്റ്റ് ദ എഫിഷ്യൻസി ഇൻ ഇൻവെൻ്ററി മാനേജ്മെൻറ്റ്. നമ്മൾ പറഞ്ഞിരുന്നു ഈ ആക്ടിവിറ്റി റേഷ്യോസ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അസറ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട്. സോ അസറ്റിൽ വരുന്ന ഒരു ഐറ്റമാണ് ഇൻവെൻ്ററി. സോ ഇൻവെൻ്ററി മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇൻവെൻ്ററി ഈസ് സോൾഡ് ഫാസ്റ്റ്. നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇൻവെൻ്ററി പെട്ടെന്ന് തന്നെ എന്താകുന്നുണ്ട്, സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഗുഡ് ഇൻവെൻ്ററി മാനേജ്മെൻ്റ് ആണ് കാണിക്കുന്നത്. അതേസമയം ലോ ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻവെൻ്ററീസ്. അതായത് അക്യുമുലേഷൻ ഓഫ് ഹ്യൂജ് സ്റ്റോക്ക്, ഡൾ ബിസിനസ്. അതായത് ഹ്യൂജ് സ്റ്റോക്ക്, നമ്മളെ സ്റ്റോക്ക് ഐഡിലായിട്ട് കുറേ കാലം കിടക്കുന്നുണ്ട്, അത് പെട്ടെന്നൊന്നും സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. സോ ഇതാണ് അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് റേഷ്യോയിൽ എത്തിയിട്ടുണ്ടോ. സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത് ഇവിടെ സ്റ്റാൻഡേർഡ് ടൈംസ് ആണ്, 8 ടൈംസ് ആണ്. 8 ടൈംസിനേക്കാളും കൂടുതലാണോ കുറവാണോ എന്നുള്ളത് നോക്കാം. കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ലതാണ്, കാരണം എത്രയും പെട്ടെന്ന് നമുക്ക് സ്റ്റോക്ക് സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അത് അത്രയും നല്ലതാണ്. ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബിസിനസ്സിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതേസമയം ലോ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻവെൻ്ററി ഐഡിലായിട്ട് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെൻ്ററിയിൽ വരുന്നുണ്ട്, നമുക്കത് ഒരു എക്സ്പെൻസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, സോ ഇത് നമുക്കൊരു സിമ്പിളായിട്ടൊരു പ്രോബ്ലത്തിലൂടെ ഈ ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ പിന്നെ സ്റ്റോക്ക് വെലോസിറ്റിയും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം.
ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ക്യാരേജ് ഓൺ പർച്ചേസസ്, സെയിൽസ്, ക്ലോസ് സ്റ്റോക്ക്, ഇത്രയും ഐറ്റംസ് മതി നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ. അതായത് നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ട്രേഡിംഗ് അക്കൗണ്ടിലെ ഐറ്റംസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ക്യാരേജ് ഓൺ പർച്ചേസസ്, അതായത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക്. സോ ഈ ഐറ്റംസ് വെച്ചിട്ട് എങ്ങനെയാണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. സോ ഇവിടെ ശ്രദ്ധിക്കാം, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ. സോ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം, അതുപോലെ ആവറേജ് സ്റ്റോക്ക് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ഇഫ് എനി മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇനി ആവറേജ് സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിലോ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. ഇത് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൊക്കെ ധാരാളം ഈ ആവറേജ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളിങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓപ്പണിംഗ് സ്റ്റോക്ക് 40,000, പർച്ചേസസ് 1,20,000, ഡയറക്റ്റ് എക്സ്പെൻസസ് ക്യാരേജ് ഓൺ പർച്ചേസസ് ആണ് 10,000. ഇത് മൂന്നും ആഡ് ചെയ്യുക. സോ 1,20,000 പ്ലസ് 40,000 1,60,000 പ്ലസ് 10,000 1,70,000. സോ 1,70,000 നിന്നും നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ടുള്ള 30,000 കുറയ്ക്കാം. സോ 1,70,000 നിന്നും 30,000 കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന CGS എന്ന് പറയുന്നത് 1,40,000. 1,40,000. ഓക്കെ, ഇനി ആവറേജ് സ്റ്റോക്ക് നോക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് 40,000 ആണ്. സോ 40,000 പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് 30,000 ആണ്. സോ 30,000 ഡിവൈഡഡ് ബൈ 2. സോ 70,000 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് മീൻസ് 35,000 ആണ് ഇവിടെ കിട്ടുക. സോ 35,000ഉം 1,40,000ഉം. ഓക്കെ, നമുക്ക് അപ്പോൾ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് കിട്ടി. CGS എന്ന് പറയുന്നത് 1,40,000, 1,40,000 ഡിവൈഡഡ് ബൈ 35,000. സോ നമ്മൾ ഇത് ചെയ്യുമ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 4 ആണ്. ദാറ്റ് മീൻസ് 4 ടൈംസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. സോ ഇവിടെ നോക്കാം, 4 ടൈംസ് കിട്ടിയാൽ അത്രത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ട് 8 ടൈംസ് ആണ് ഐഡിയൽ ആയിട്ടുള്ള സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. സോ 4 ടൈംസ് എന്ന് പറയുമ്പോൾ അത് വളരെ കുറവാണ്. അതായത് നമുക്ക് പിന്നെ സ്റ്റോക്കിന് അത്ര പെട്ടെന്ന് നമുക്ക് സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇനി ഇനി നമ്മൾ കാണേണ്ട ഇവിടെ വേറൊരു ഐറ്റം കൂടെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ സ്റ്റോക്ക് വെലോസിറ്റിയും ഇവിടെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. സോ സ്റ്റോക്ക് വെലോസിറ്റി കാണാനുള്ള സ്റ്റോക്ക് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഇക്വേഷൻ. എങ്ങനെയാണ് സ്റ്റോക്ക് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക? നമ്പർ ഓഫ് ഡേയ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മന്ത്സ്. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് മന്ത്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമോ നോക്കാം. നമ്പർ ഓഫ് മന്ത്സ് ഇൻ എ ഇയർ, നമ്പർ ഓഫ് മന്ത്സ് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ. സോ നമ്പർ ഓഫ് മന്ത്സ്, ഒരു വർഷത്തിൽ എത്ര മാസങ്ങൾ ഉണ്ടായിരിക്കും? 12 മാസം. സോ 12 ഡിവൈഡഡ് ബൈ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ. നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ എത്രയാണ്? 4 ആണ്. അതായത് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 മന്ത്സ്. അപ്പോൾ 3 മന്ത്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 3 മാസം കൊണ്ടാണ്, 3 മന്ത്സ് കൊണ്ടാണ് ഒരു ഇൻവെൻറ്ററി നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ 3 മാസം എടുക്കുന്നുണ്ട്. സോ ഇത് നല്ലൊരു സിഗ്നൽ അല്ല. കാരണം നമ്മളുടെ നോർമൽ ടേൺ ഓവർ റേഷ്യോ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 8 ടൈംസ് ആണ്. 8 ടൈംസ് എന്ന് പറയുമ്പോൾ ശരിക്കും 12 ഡിവൈഡഡ് ബൈ 8 ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 പോയിൻറ്റ് സംതിങ് ആണ് കിട്ടുക. അതായത് ഏകദേശം 1.5 മാസം കൊണ്ട് നമുക്ക് സ്റ്റോക്കിനെ സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ബിസിനസ്. പക്ഷേ ഇവിടെ നമുക്ക് 3 മാസമാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ മാസങ്ങൾ കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ലതല്ല, നല്ല സിഗ്നലല്ല. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്കിവിടെ എന്ത് ഇൻ്റർപ്രിറ്റേഷൻ എഴുതാം? ഇൻ്റർപ്രിറ്റേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇവിടെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്?
ഇവിടെ നമ്മൾ പറയേണ്ടത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഈസ് ബിലോ ദ സ്റ്റാൻഡേർഡ് വിച്ച് ഈസ് 8 times. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഫേംസ് സ്റ്റോക്ക് ഈസ് ടേൺഡ് ഓവർ ഓർ കൺവേർട്ടഡ് ഇൻ ടു സെയിൽസ് ഓൺലി 4 times ഓൺ എൻ ആവറേജ് ഡ്യൂറിങ് ദി അക്കൗണ്ടിങ് പീരിയഡ്. 4 ടൈംസേ അത് കൺവേർട്ട് ചെയ്യുന്നുള്ളൂ. ഇൻ അതർ വേർഡ്സ് ദ ഗുഡ്സ് ആർ ലൈങ് ഇൻ ദ സ്റ്റോക്ക്. ഇനി നമ്മൾ പിന്നെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ 8 times ആണ് നമ്മളുടെ നോർമൽ റേഷ്യോ. നമുക്ക് കിട്ടിയിട്ടുള്ളത് 4 ആണ്. 4 എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും കുറവാണ്. അപ്പോൾ കുറവാകുമ്പോൾ നല്ലൊരു സിറ്റുവേഷൻ അല്ല. ഇനി ഡേയ്സിലുള്ളത് പറയുകയാണെങ്കിൽ നമുക്ക് 4 months ആണ് 3 months ആണ് കിട്ടിയിരിക്കുന്നത്. 3 months എന്ന് പറയുന്നത് ആ മാസങ്ങൾ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ അതും നല്ലൊരു സിഗ്നലല്ല. സോ ടേൺ ഓവർ റേഷ്യോ നമ്മൾ എപ്പോഴും കൂടുന്നതാണ് നല്ലത്. അതേസമയം സ്റ്റോക്ക് വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും കുറയുന്നതാണ്. അതായത് ടേൺ ഓവർ റേഷ്യോ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റോക്ക് വെലോസിറ്റി കുറയുകയാണ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് രണ്ടും പോകുന്നത്, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയും സ്റ്റോക്ക് വെലോസിറ്റിയും. അപ്പോൾ നമ്മൾ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ ചോദിച്ചെങ്കിൽ പോലും നമുക്ക് എന്തും എഴുതാം. വേണമെങ്കിൽ സ്റ്റോക്ക് വെലോസിറ്റിൻ്റെ ഇൻ്റർപ്രിറ്റേഷനും അതിൻ്റെ കൂടെ തന്നെ എഴുതാം. അതായത് നമ്മൾ ഇത്ര ഡേയ്സിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാം, ദ ഗുഡ്സ് ആർ ലൈങ് ഇൻ ദ സ്റ്റോക്ക് ഫോർ 3 months. ദസ് ദ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ഈസ് പുവർ. ഇവിടെ നമുക്ക് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് പുവർ ആണെന്ന് പറയാം. ഓക്കെ, സോ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ, ഇതാണ് ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോനെ കുറിച്ച് പറഞ്ഞത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റേഷ്യോ ആണ്. ഓക്കെ.